റേഷൻ കടയുടമകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി GR അനിൽ വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്കൊടുവിലാണ് അനുഭാവപൂർണമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 സംഘടനകൾ ഇന്ന് രാവിലെ മുതൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ച് അത് ഇനി സമരം ചെയ്യുന്നില്ല എന്ന കൃത്യമായ ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വ്യാപാരികൾക്കും വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് സർക്കാരിനും ഉറപ്പ് കിട്ടി. സംഘടനകൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം ഇന്ന് വൈകിട്ടതോടുകൂടി പിൻവലിക്കുകയും ചെയ്തു. റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന് നേരത്തെ നടത്തിയ ചർച്ചയിലും സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ തുടർച്ചയായി സർക്കാർ ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതെയാണ് വ്യാപാരികൾ കടയെടുപ്പ് സമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ച് മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി GR അനിൽ വീണ്ടും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനം വ്യാപാരികൾ എടുത്തത്. സമരം പിൻവലിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും വ്യാപാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. വേതന വർധനവ് എന്ന ആവശ്യം മാർച്ച് മാസം നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് മന്ത്രി GR അനിൽ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകി. അതത് മാസങ്ങളിൽ 10-നും 15-നും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു. രണ്ടാമത്തെ വിഷയം, കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംതൃപ്തരാണെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള നേതാക്കൾ, ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെല്ലാം ഇവിടെ പങ്കെടുക്കുകയും ബാക്കി നേതാക്കൾ, നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ ജോണി നെല്ലൂർ XMLA അടക്കമുള്ള ആളുകൾ വിവിധ കേന്ദ്രങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഈ ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ദീർഘനേരം ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പുതുക്കിയ നിലപാടിന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 കാര്യത്തിലും വ്യക്തമായിട്ടുള്ള ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച സാഹചര്യത്തിൽ സമരം ഞങ്ങൾ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 5 സംഘടനകളാണ് സമരത്തിൽ പങ്കെടുത്തത്. 256ഓളം റേഷൻ കട ഉടമകൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. സർക്കാർ നടത്തിയ ചർച്ചയെ തുടർന്ന് വാതിൽപ്പടി വിതരണക്കാർ നേരത്തെ സമരം പിൻവലിച്ചിരുന്നു. ഇതോടെ അടുത്ത മാസത്തേക്കുള്ള സാധനങ്ങൾ നാളെ മുതൽ റേഷൻ കടകളിൽ എത്തിച്ചേരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.